ഹലോ ഫ്രണ്ട്സ്, വോൾസ് ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വന്തമായി ഒരു ലാബ് പവർ സപ്ലൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോയാണിത്. ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്കും ഇലക്ട്രോണിക്സ് സർവീസ് ചെയ്യുന്നവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനാവശ്യമായ ഒരു ക്യാബിൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജോലിയാണ് ആദ്യമായി ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. 3 വുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഒരു പീസിൻ്റെ നീളം എന്ന് പറയുന്നത് 11.5 സെൻറ്റി നീളം, 8.25 സെൻറ്റി വീതി. വലിയ പീസിൻ്റെ നീളം 20.25, 19.25, 8.3. ഇത് രണ്ട് സെയിം പീസുകളാണ്. ഇങ്ങനെ ഒരു പീസ്. ഇതിനെല്ലാം കൂടെ പിന്നെ കൂടാതെ ഒരു ACP ഷീറ്റും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചാണ് ഒരു ക്യാബിൻ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അടി സൈഡിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. APC ഷീറ്റ്. അതിന് ഇതിൻ്റെ ഫ്രണ്ട് ബാക്ക് ഷീറ്റ് കട്ട് ചെയ്താൽ മതി. ഈ പീസിനെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് ഡയലും കൂടെ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. ഫ്രണ്ട് ഡയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു ഫ്രണ്ട് ഡയലാണ്. ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട് ഡയൽ വരുന്നത്. അപ്പോൾ ഇവിടെ വോൾട്ടും ആംബിയർ കാണിക്കുന്ന മീറ്റർ വരും, ഡിജിറ്റൽ മീറ്റർ. വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾ, ഇവിടെ ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾ, പിന്നെ ഔട്ട്പുട്ട് എടുക്കാൻ 2 കണക്ട്. ഇത്രയാണ് ഈ പാനലുള്ളത്. തുച്ഛമായുള്ള പൈസയുള്ളത് ഇത് ചെയ്തെടുക്കാൻ ഈ ഫ്രണ്ട് ഡയൽ. ഇതും ഇതിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. നമ്മുടെ ക്യാബിൻ്റെ ഒരു 1/4 ഭാഗം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ട്രാൻസ്ഫോമർ, ഇതിൻ്റെ അകത്ത് PCB ബോർഡൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡ് എന്ന് പറയുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കോപ്പർ ഗ്ലാഡ് വാങ്ങിയതിന് ശേഷം സർക്യൂട്ടിനെ പെർമനൻ്റ് മാർക്കർ പേന ഉപയോഗിച്ച് വരച്ചതിന് ശേഷം ഫെറിക്ലോറൈഡ് ഉപയോഗിച്ച് ഈച്ചിങ് ചെയ്ത് PCB ആക്കി മാറ്റിയതാണ്. അതിന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വരച്ചതെന്ന് കാണിക്കാം. ഇതുപോലെ പെർമനൻ്റ് മാർക്കർ പേന ഉപയോഗിച്ച് സർക്യൂട്ട് കോപ്പർ ഗ്ലാഡിൽ വരച്ചതിന് ശേഷം ഫെറിക്ലോറൈഡ് ലൈനിട്ട് ഈച്ചിങ് ചെയ്ത് PCB ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതിൻ്റെ PCB, ക്യാബിൻ,
ഇതെല്ലാം തന്നെ വീട്ടിൽ തന്നെ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് ഒരു ഹോം മെയ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റും. ഹോം മെയ്ഡ് ലാബ് ബെഞ്ച് പവർ സപ്ലൈ. ഇലക്ട്രോണിക്സ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ള് അസംബ്ലിയിലോട്ട് കിടക്കാം. ട്രാൻസ്ഫോമർ, ബോർഡ്, ഹീറ്റ് സിങ്ക് എല്ലാം, ഫ്രണ്ട് പാനൽ എല്ലാം ചെയ്ത് ഒരു ലാബ് ബെഞ്ച് പവർ സപ്ലൈ ആക്കി മാറ്റാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഇതാണ് വോൾട്ടും ആംപിയറും കാണിക്കാൻ വേണ്ടി ഉള്ള മീറ്റർ ഇവിടുത്തെ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയതാണ്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ലാവ് ബെഞ്ച് പവർ സപ്ലൈയുടെ ഏകദേശം പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. 1.9 വോൾട്ട് മുതൽ 31.8 വോൾട്ട് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആംബിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ലാവ് ബെഞ്ച് പവർ സപ്ലൈ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെക്കിങ് ആണ്. വോൾട്ടേജ് വേരിയബിൾ ആവുന്നുണ്ട്. 2 വോൾട്ടേജ് മുതൽ 31 വോൾട്ട് വരെ. ഇത് കറക്റ്റാണെന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം.